ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരൊരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ അവിടെ ഈ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോവാണ്. അപ്പം നമുക്ക് പോയിട്ട് അങ്ങനെ ഞങ്ങളവിടെ എത്തി. അപ്പം അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു, കുറച്ച് പേരെ വന്നിട്ടുള്ളായിരുന്നു. 2:30-ക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളവിടെ 2:15 ആയപ്പോൾ എത്തി. പക്ഷെ അവിടെ ആളുകളൊന്നും വന്നിട്ടില്ലായിരുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ബാങ്കിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ സെക്രട്ടറി ബഹുമാന്യനായ ശ്രീ PK സുഭാഷിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുള്ള കായംകുളത്തിൻ്റെ പ്രിയകരിയായ MLA അഡ്വക്കേറ്റ് യു പ്രതിഭ, സുജാത, ഇവർ 3 പേരും ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് സ്ഥലം വിടാൻ സാധ്യതയുണ്ട്. കാരണം അവർ പൊതുയോഗത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയവരല്ല. ഇന്നിപ്പോൾ MLA ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്ന സമാശ്വാസ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരെത്തിയത്. പക്ഷെ അവർ നേരത്തെ പോയി കഴിഞ്ഞാൽ അവരോട് പറയാനുള്ളത് പറയാൻ കഴിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് നാമമാത്രമായി അത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സഹകരണ പ്രസ്ഥാനം ഏറ്റവും വലിയ ദുർഘട സന്ധിയിലൂടെ, വലിയ പ്രതിസന്ധിയിലൂടെ, ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ കടന്നാക്രമണം ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ ആകെ തകർക്കുന്ന, കഴിഞ്ഞ 150 വർഷമായി സഹകരണ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ ആകെ തകർക്കുന്ന നയസമീപനം, അതിൻ്റെ കൂടെ ആ നയസമീപനത്തിന് അനുകൂലമായിട്ടുള്ള മാധ്യമ പ്രചരണം, 2600ഓളം വരുന്ന സഹകരണ സ്ഥാപനം. പ്രിയങ്കരനായിട്ടുള്ള സുധാകരൻ വക്കീൽ വന്ന സമയത്താണെങ്കിലും നമ്മൾക്കറിയാം, കായംകുളത്തെ സംബന്ധിച്ച് മാത്രമല്ല കാർത്തിപ്പള്ളി താലൂക്കിനെ സംബന്ധിച്ച് സഹകരണ സ്ഥാപനങ്ങൾ അവയുടേതായിട്ടുള്ള ശ്രദ്ധേയമായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് നമ്മളുടെ പ്രത്യേകിച്ച് ഓണാട്ടുകരയിലെ നിരവധി സംഘങ്ങൾ. കാർത്തിപ്പള്ളിയാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ കാർത്തിപ്പള്ളിയിലെ ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവിടെ പറഞ്ഞു. ഇവിടുത്തെ ജീവനക്കാരെ പോലെ തന്നെ ഓരോ ബാങ്കും ഞങ്ങളുടെ എല്ലാം സ്ഥാപനമാണെന്ന് കരുതിക്കൊണ്ട് ഓഡിറ്ററുടെ കാര്യമൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. എല്ലാവരും സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ചേർന്ന് കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് എന്തിനും വിജയം വരുന്നത്. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയല്ലേ. നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ, ഒറ്റയ്ക്ക് ചെയ്താൽ ഒന്നും പൂർണ്ണതയിലേക്ക് വരികയില്ല. അപ്പം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പരമാവധി സമ്പത്തുള്ളവരെ കണ്ടെത്തുക, അവരിൽ നിന്ന് നിക്ഷേപങ്ങൾ അവരെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചായയും പൊരിവകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പ്രസംഗം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലാസ്റ്റായിരുന്നു കൊടുത്തതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പ്രസംഗിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ചെറിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സഹകരണ ഭേദഗതി നിയമത്തിൻ്റെ ചർച്ചയുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മളുടെ മന്ത്രി ഭയങ്കര എക്സ്പേർട്ടാണ് ഈ മേഖലയിൽ. എനിക്ക് ചെയർ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു സമയത്തായിരുന്നു ഈ ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ മന്ത്രിയുടെ സ്പീച്ച് അതിപ്പം സെലക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പൊതുജനാഭിപ്രായം തേടുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. അതിന് ഒരുപാട് മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭേദഗതികൾ വരുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മുടെ സഹകരണ മേഖല കടന്നു വന്ന നാൾവഴികളുടെ ഒരു ലഘു ചിത്രം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പം എളുപ്പമാണ്, എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ച് ഭയങ്കരമായ ഒരു നമ്മളെ എന്താണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, എങ്ങനെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളർന്നു വന്നത്, എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, നമുക്കതിനെ എങ്ങനെ മറികടക്കാം, കേരള ബാങ്ക് അടക്കം. അംഗ നമ്പർ 9466
കുഞ്ഞുമോൻ, ശ്രീധരൻ കോയിപ്പുറത്ത്. അതിന് ശ്രീധരന് വേണ്ടി വിജയമ്മ വന്നത് ഏറ്റുവാങ്ങേണ്ടതാണ്. അടുത്തത് 13,893 ഷാജഹാൻ അയ്യൻ കോയിക്കൽ. ഷാജഹാന് വേണ്ടി ഷാജഹാൻ്റെ ഭാര്യ വന്ന് ഏറ്റുവാങ്ങുന്നു. അടുത്തത് അബ്ദുൾ റഹീം കൂട്ടുങ്കൽ. 11,695 അബ്ദുൾ റഹീം കൂട്ടുങ്കലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് ഏറ്റുവാങ്ങുന്നു. (7109) ജി ശശിധരൻ വാലയ്യത്ത്. 5271 കെ ചെല്ലപ്പൻ ഉമ്മാശ്ശേരി. മിടുക്കന്മാരെയും മിടുക്കുകളെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഓരോരുത്തരെയായി ക്യാഷ് അവാർഡിനായി ക്ഷണിക്കുകയാണ്. ആദ്യമായി +2-ന് ഫുൾ A+ നേടിയവരാണ്. ഈ പേര് വിളിക്കുന്നവരെ വേദിയുടെ അടുത്തേക്ക് വരേണ്ടതാണ്. ഹിബ ഫാത്തിമ, ഡോക്ടർ ഓഫ് അർഷാദ്. ഈ ക്യാഷ് അവാർഡിനുള്ള വിദ്യാർത്ഥികൾ ഇവരെ വന്നിരിക്കുന്നവരുണ്ടല്ലോ, അവർ നിങ്ങൾ ഈ ഫ്രണ്ടിലോട്ട് വാ. ഹലോ, ഈ ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ വിദ്യാർത്ഥികൾ ഈ ഫ്രണ്ടിലോട്ട് വാ. സൈനബുൽ ആസിയ, ഐഷ പി, അജ്മി, ഐഷ പി ആണോ? അജ്മി ആണോ? അജ്മി വന്നോ? അജ്മി ആണോ? ഇനി +2-ന് സെക്കൻഡ് പ്രൈസിന് അർഹരായവരാണ് അബിദ ഹിമൽ, അബിദ ഹിമൽ. അബിദ ഹിമലിന് ക്യാഷ് അവാർഡ് കൊടുക്കുന്നതിന് ബാങ്കിന്റെ ഡയറക്ടറോടൊന്ന് ക്ഷണിക്കും. അഖില ആർ, അഖില ആർ. SSLC സെക്കൻഡ് പ്രൈസ് നന്ദന എസ് ഒന്നോ? ഹരിപ്രിയ, ഹരിപ്രിയ. ഈ SSLC സെക്കൻഡ് പ്രൈസിന് അർഹരായോ? തളിർ യു, തളിർ. കൃഷ്ണനന്ദന, അഭിജിത്ത് ആർ, സുഹൈന വഹാബ്, അഭിജിത്ത് ആർ. സുഹൈന വഹാബ്, വിഷ്ണുപ്രിയ,
അൻസിയ ഫാത്തിമ, ദേവമിത്രൻ, അൻസിയ ഫാത്തിമ, ദേവമിത്രൻ, SSLC തേർഡ് പ്രൈസ് അർഹരായവരാണ്. ദേവനാരായണൻ വി ആർ,